തിരുവാഭരണ ഘോഷയാത്ര സന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയാണ് നടക്കുന്നത്. മകരജ്യോതി ദൃശ്യമായി. ദീപാരാധന കഴിഞ്ഞു. 2 വട്ടം വളരെ വ്യക്തമായി മകരജ്യോതി ദൃശ്യമായി കഴിഞ്ഞു. ശങ്കരനാരായണ പുത്രനായി പിറന്ന് പന്തളം രാജകൊട്ടാരത്തിൽ 3ാമത്തെ തവണ പൊന്നമ്പലമേട്ടിൽ വളരെ വ്യക്തമായി മകരജ്യോതി തെളിയുന്നു. ദേവകളും ഋഷിമാരും ഭഗവാന് ആരതി ഒഴിയുകയാണ്. പരം പ്രേമസ്വരൂപം, പരമം പവിത്രം, പരം ജ്യോതിസ്വരൂപം ഭജേ ഭൂതനാഥൻ. താപസവേഷധാരിയായ കാനനവാസൻ സർവാഭരണ വിഭൂഷിതനായി ഒരിക്കൽ കൂടി ഭക്തലക്ഷങ്ങൾ കാത്തിരുന്ന പുണ്യമുഹൂർത്തം. ആസക്തികളിൽ നിന്ന്, പരിഷ്കാരികളിൽ നിന്ന്, കാപഢ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി ജ്ഞാനികൾ കാടും മലയും കയറുന്നു. ഒരു ഉത്ബോധത്തിൻ്റെ കരുത്തിൽ സ്വമേധ ബ്രാഹ്മണൻ എന്ന സമ്പന്നൻ എല്ലാം ഉപേക്ഷിച്ച് ഹിമാലയം കയറി സമാധിയായി പിന്നീട് സിദ്ധാർത്ഥനായി ജനിച്ചു. ശ്രീബുദ്ധനായി മാറിയെന്ന കഥ. കാമാസുരനെ പരാജയപ്പെടുത്താൻ ശ്രീബുദ്ധൻ സംസാരമലയിലേക്ക് പോയി. ആത്മശാന്തിക്ക് വേണ്ടി ഹിമാലയവും കുടജാദ്രി മലകളുമാണ് ശങ്കരാചാര്യർ തെരഞ്ഞെടുത്തത്. മോക്ഷത്തിൻ്റെ അർത്ഥം തേടിയാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞിരിക്കുകയാണ്. ദർശന സായുജ്യം നേടി ദശലക്ഷം ഭക്തജനങ്ങളാണ് എത്തിയത്. സന്നിധാനത്ത് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞിരിക്കുകയാണ്.